2022 നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് നടത്തിയ ഒരു ഹർത്താൽ വളരെയധികം ചർച്ചയായിരുന്നു. അന്നത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ നേതാക്കന്മാരെയും സംസ്ഥാന നേതാക്കന്മാരെയും NIA-യും ED-യും അറസ്റ്റ് ചെയ്തതിനെതിരെയായിരുന്നു ഈ ഒരു പ്രതിഷേധ സമരം എന്നുള്ളത്. കേരളത്തിൽ ഹർത്താൽ കൊണ്ട് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് സർക്കാർ കോടതിയെ ബോധിപ്പിച്ചത്. അതുമാത്രമല്ല, KSRTCക്ക് മാത്രം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വരെ പല രീതിയിലുള്ള ഹർത്താലുകൾ വിവിധ പാർട്ടികളും സംഘടനകളും നടത്തിയിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഓരോ ഹർത്താലുകളിൽ ഉണ്ടാവാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഹർത്താലിന്റെ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും നടപടി ഉണ്ടാവുന്നത്. KSRTCക്ക് മാത്രം 2.5 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇപ്പോൾ ക്ലെയിം കമ്മീഷണർ ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നുള്ളത്. അതായത് പോപ്പുലർ ഫ്രണ്ട് അന്ന് നടത്തിയ ഹർത്താലിൽ KSRTCക്ക് നഷ്ടമായിരിക്കുന്നത് 2.5 കോടിയോളം രൂപയാണ്. അത് ആ സംഘടന നൽകണമെന്നാണ് ഇപ്പോൾ ക്ലെയിം കമ്മീഷണർ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നുള്ളത്. പക്ഷേ ഇവിടെ നിലവിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള ഒരു സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. ആ സംഘടനയെ നിരോധിച്ചതിന് ശേഷം അതിന്റെ നേതാക്കൾ തന്നെ സംഘടന പിരിച്ചുവിട്ടതായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ക്ലെയിം കമ്മീഷണർ ഇത്രയും വലിയ ഒരു നഷ്ടപരിഹാരം ആ സംഘടന നൽകണമെന്നുള്ള ഒരു കണക്ക് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിന്റെ കാര്യങ്ങൾ എന്താവുമെന്ന് വരും ദിവസങ്ങളിലെ ബോധ്യമാവുകയുള്ളൂ. ഏതായാലും നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയിൽ, നിലവിൽ പ്രവർത്തിക്കാത്ത ഒരു സംഘടനയിൽ എങ്ങനെയാണ് ഈ ഒരു നഷ്ടപരിഹാരം ഈടാക്കുക എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും നേരത്തെ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഈ ഹർത്താലിന്റെ പേരിൽ അതിന്റെ നേതാക്കളായ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളുടെ അടക്കം സ്വത്തുക്കൾ ജപ്തി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ജപ്തി നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള നടപടികളാണ് അന്ന് സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതിന്റെ ബാക്കി പത്രമായി ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ നിലവിലുള്ള നിയമപ്രക്രിയയിൽ എന്ത് നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ആണ് കേരളം ഉറ്റുനോക്കുന്നുള്ളത്. കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ക്ലെയിം കമ്മീഷണർ ഇത്തരം ഒരു റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന നഷ്ടപരിഹാരം എന്നുള്ളത് ആരിൽ നിന്നും ഈടാക്കുമെന്നുള്ള ഒരു ചോദ്യം നിലവിൽ നിൽക്കുന്നുണ്ട്. നിലവിൽ പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഏത് രീതിയിലായിരിക്കും ഇത് നൽകുക എന്നുള്ള ഒരു ചോദ്യമാണ് നിയമവൃത്തങ്ങളിൽ നിന്നും ഉയരുന്നുള്ളത്. ഇത്തരം നേരത്തെ ഉണ്ടായ നടപടികളുടെ ഭാഗമായിട്ട് ആ നടപടികളിൽ സ്വീകരിച്ച ജപ്തി ചെയ്ത അല്ലെങ്കിൽ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ അതിൽ നിന്നും ഈടാക്കുമോ എന്നുള്ള ചോദ്യവും ഇവരെ ഉയരുന്നുണ്ട്. ഏതായാലും വലിയൊരു നിയമ പ്രക്രിയയുടെ പോരാട്ടങ്ങൾക്കാണ് ഈ വിഷയം സാക്ഷ്യം വഹിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.